Hi all, today onwards we are moving with the next lesson, lesson 6, Introduction to HTML. Okay, have you heard about HTML? Yes, it is a language actually. What is the full form of HTML? Hypertext Markup Language. Here it is, Hypertext Markup Language. What is the use of this language actually? Yes, this is used for designing a web page. ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ ഒത്തിരി വെബ് പേജസിൻ്റെ കളക്ഷനെയാണ്. ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് വെബ് പേജസ്. വെബ്സൈറ്റ് മീൻസ് ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് വെബ് പേജസ്, റൈറ്റ്? Okay, so if you want to design a web page, you should know one language, and here it is. So with the help of this HTML language, you can design a web page of yourself. I will tell you how it is doing, okay? ഈ ഒരു ലാംഗ്വേജ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു സോഫ്റ്റ്വെയറിൻ്റെയും ആവശ്യമില്ല. വാട്ട് വി ആർ ഡൂയിങ് ഈസ് വി ആർ ഓപ്പണിംഗ് ദ നോട്ട് പാഡ്, ആൻഡ് ഇൻ ദ നോട്ട് പാഡ് ഓൺലി വി ആർ ടൈപ്പിംഗ് ദ കോഡ് ഓഫ് ദ HTML. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ പ്രോഗ്രാം നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യേണ്ടത് സാധാരണ സേവ് ചെയ്യുന്ന പോലെ സേവ് ചെയ്താൽ അതൊരു ടെക്സ്റ്റ് ഫയലായി മാറും, അല്ലെങ്കിൽ ഒരു നോട്ട് പാഡ് ഫയലായി മാറും. സോ ഇഫ് യു വാണ്ട് ടു change that content to an HTML content, do one thing. Whenever you are saving, you can give any name, but it should be followed by the extension. The extension of the HTML is nothing but .html അല്ലെങ്കിൽ .htm എന്ന് കൊടുക്കണം കേട്ടോ. അതായത് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, പക്ഷേ ആ പേരിൻ്റെ കൂടെ നമ്മൾ എക്സ്റ്റൻഷൻ കൂടി എടുത്ത് പറഞ്ഞില്ലെങ്കിൽ അതൊരു നോർമൽ നോട്ട് പാഡ് ഫയലായി മാറും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ വെബ് പേജ് ഡിസൈനൊന്നും ചെയ്യാൻ പറ്റില്ല. അതെന്താ, സാധാരണ നോട്ട് പാഡിൽ കുറച്ച് കണ്ടൻറ്റ് ടൈപ്പ് ചെയ്തൊരു ഒരു എഫക്റ്റ് മാത്രമേ അതിലുള്ളൂ. സോ ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ദാറ്റ് കണ്ടൻറ്റ് ടു എൻ HTML ഫയൽ, ഡു വൺ തിങ്. ആക്ച്വലി യു ക്യാൻ give any name, but it should follow by the extension. Extension is, what is the extension of the HTML file? Yes, it is .html, or you can put .htm, whichever you need you can put. Okay, see, before learning the concept of HTML, you should know first what is a tag. What is a tag? ടാഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾക്ക് കോഡ് എഴുതുന്ന സമയത്ത് കാണാൻ പറ്റും. ഒരു 2 ആംഗിൾ ബ്രാക്കറ്റിൻ്റെ അകത്തായിരിക്കും കണ്ടൻറ്റുകൾ. നമ്മൾ എന്താ പറയുക, ഒരു ഫോർ എക്സാമ്പിൾ ലെറ്റ് മീ ടെൽ യു, എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ ഈസിയാവും. HTML എന്ന് ഞാൻ കൊടുക്കുക വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ആക്ച്വലി ഫുൾ ഇതിനെ നമുക്ക് ടാഗ് എന്ന് വിളിക്കാം. അതായത് 2 ആംഗിൾ ബ്രാക്കറ്റ്സ്, വാട്ട് എവർ ബൈ ദ ടെക്സ്റ്റ് ദാറ്റ് ഈസ് എൻക്ലോസ്ഡ് ഇൻ ദ ആംഗിൾ ബ്രാക്കറ്റ്സ്, ഇറ്റ് ഈസ് ടു ബി ആക്ച്വലി ടാഗ്. ദ നെയിം ഓഫ് ദ ടാഗ് ഈസ് നത്തിങ് ബട്ട് ജസ്റ്റ് സീ വാട്ട് ഇസ് ദ നെയിം ഓഫ് ഹിയർ. ഇറ്റ് ഈസ് ദ നെയിം ഓഫ് ദ ടാഗ്. ഇവിടെ എന്താണോ എഴുതിയത് തന്നെയാണ് ആ ടാഗിൻ്റെ നെയിം. സോ ദിസ് ടാഗ് നെയിം ഈസ് നത്തിങ് ബട്ട് HTML ടാഗ്. അത്യാവശ്യം വേണ്ടത് മുഴുവൻ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, HTML എന്നുള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഐ വിൽ ടെൽ യു ഹെഡ്, HEAD, ഹെഡ്. ഓക്കെ, സോ നെയിം ഓഫ് ദിസ് ടാഗ് എന്താ പറയുക? ഇവിടെ എന്താ നോക്കുക, പേര് അത് തന്നെയാണ് അതിൻ്റെ ടാഗ് നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ദ ഫസ്റ്റ് വൺ യു ഹാവ് ലേൺ HTML, സെക്കൻഡ് വൺ യു ഹാവ് ലേൺ ഹെഡ്, തേർഡ് വൺ is TITLE, ടൈറ്റിൽ. ഇതിൻ്റെ ടാഗിൻ്റെ പേരെന്താ? അപ്പോൾ ടൈറ്റിൽ ടാഗ്. ഓക്കെ, I will tell you why these tags are used. Okay, wait. And the fourth one I will tell you here is BODY, body tag. ഓക്കെ, ഇതിൻ്റെ പേരെന്താണ്? അപ്പോൾ ബോഡി ടാഗ് എന്നാ പറയുക കേട്ടോ. അതായത് 2 ആംഗിൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മളൊരു നെയിം കൊടുക്കുകയാണ്. ആ നെയിം ഇഷ്ടമൊന്നും കൊടുക്കാൻ പറ്റില്ല, കുറച്ച് നെയിംസ് നമ്മൾ ഓൾറെഡി പഠിച്ചു വെക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പർട്ടിക്കുലർ നെയിം എന്ന് പറയുന്നത്, ഇതിൻ്റെ നെയിം എന്താണെന്ന് നോക്കുക, അത് തന്നെയാണ് അതിൻ്റെ ടാഗിൻ്റെ നെയിം എന്ന് പറയുന്നത്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഐ വിൽ ടെൽ യു ഹിയർ ഇസ് B means actually B tag എന്ന് പറയാം. ആൻഡ് ദിസ് ഈസ് യൂസ്ഡ് ഫോർ make the text bold. This is B tag and it is used for make the text bold. And then the sixth one I will tell you I പറഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ എന്തായിരിക്കും? B bold ആണെങ്കിൽ I എന്തായിരിക്കും? Yes, it is for using the text italic. ആൻഡ് അത്യാവശ്യം ഒരു കുഞ്ഞു പ്രോഗ്രാം ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ കേട്ടോ. U for, yes, what is the use of U? Yes, U tag, that is used for give the underline for your text. So B bold, I italic, U underline. ബാക്കി മുന്നേ പറഞ്ഞ HTML, ഹെഡ്, ടൈറ്റിൽ, ബോഡി, അതെല്ലാം എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, one more thing is there. Actually the tag can be mainly classified into 2. The first one is container tag, CONTAINER, container tag. Second one is empty tag.
ഓക്കെ, എം ടി ടാഗ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ടാഗുകളൊക്കെ ഓർക്കുന്നില്ല? എന്തൊക്കെയാണ്? HTML, ഹെഡ്, ടൈറ്റിൽ, ബോഡി, UI, അതിനെല്ലാത്തിനും ഞാൻ പറഞ്ഞത് ഒരു സ്റ്റാർട്ട് ടാഗ് മാത്രമാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കുന്നത് HTML എന്നാണെങ്കിൽ ഇത് HTMLൻ്റെ ആക്ച്വലി എന്താ പറയുക, ഇതിനെ സ്റ്റാർട്ട് ടാഗ്, START, സ്റ്റാർട്ട് ടാഗ്, അല്ലെങ്കിൽ അതിനെ ഓൺ ടാഗ് എന്ന് പറയാം. ഒരു ടാഗ് സ്റ്റാർട്ട് ചെയ്യണം. ബട്ട് ചില ടാഗുകൾ ലൈക്ക് HTML, ഹെഡ്, ടൈറ്റിൽ, ഇപ്പം മുന്നേ പറഞ്ഞ എല്ലാ ടാഗിനും ഒരു ക്ലോസിങ് ടാഗ് കൂടിയുണ്ട്. ഇതിന് സ്റ്റാർട്ട് ടാഗ് അല്ലെങ്കിൽ ഓപ്പൺ ടാഗ് അല്ലെങ്കിൽ ഓൺ ടാഗ് എങ്ങനെ വേണമെങ്കിൽ പറയാം. സോ വാട്ട് എവർ ബി ഇറ്റ് ഈസ്, അതിന് എല്ലാത്തിനും ഒരു ക്ലോസിങ് ടാഗ് ഉണ്ടാവും. എങ്ങനെ ക്ലോസിങ് അറിയോ? സെയിം തന്നെയാണ്. യു ഹാവ് ടു ഓപ്പൺ ദ ആംഗിൾ ബ്രാക്കറ്റ്, ദെൻ ഫോളോഡ് ബൈ ദ സ്ലാഷ്, ദെൻ ഇറ്റ് ഷുഡ് ബി ദെൻ സെയിം നെയിം. ഓക്കെ, അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലോസിങ് ടാഗ്, ഇതിൻ്റെയാണ് ക്ലോസിങ് ടാഗ്. HTMLൻ്റെ ക്ലോസിങ് ടാഗാണിത്, അല്ലെങ്കിൽ ഓഫ് ടാഗ് എന്ന് പറയാം. ഓക്കെ, സോ those tags which contains open tag as well as close tag, it is said to be a container tag. പക്ഷേ എല്ലാ ടാഗിനും ആ ക്ലോസ് ടാഗ് ഉണ്ടാവണം നിർബന്ധമില്ല കേട്ടോ. ഈ ക്ലോസ് ടാഗ് ഉള്ള ആ ഒരു ടാഗ്സിനെ മാത്രമേ നമ്മൾ കണ്ടെയ്നർ ടാഗ് എന്ന് പറയുള്ളൂ. ഇനി ക്ലോസ് ടാഗ് ഇല്ലാത്ത 2 എക്സാമ്പിൾസ് ഞാൻ പറയാം. BR എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. BR പറയുമ്പോൾ ഇഫ് യു വാണ്ട് ടു ഗിവ് ബ്രേക്ക് ഫോർ യുവർ പേജ്, യു ആർ യൂസിങ് ദ ടാഗ് BR. അതിന് ക്ലോസിങ് ടാഗ് ഇല്ല. അതായത് ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല, ഇത് വേണ്ട, ദിസ് ഇസ് നോട്ട് കമ്പൾസറി. This is not needed actually. So those tags which does not have any closing tag, it is said to be empty tag. Second example is actually HR. നമുക്കൊരു ഹൊറിസോണ്ടൽ ലൈൻ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു കണ്ടൻറ്റിൻ്റെ താഴെ, അണ്ടർലൈൻ എന്ന് പറയാൻ പറ്റില്ല, ആക്ച്വലി ഒരു ലൈനാണ്. ആക്ച്വലി നമുക്കിങ്ങനെ ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെ ഇങ്ങനെ അണ്ടർലൈൻ പോലെ വേണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദ HR ടാഗ്. ഓക്കെ, സോ those tags which does not have the close tag is said to be empty tag. Those tags contain open tag as well as close tag is said to be a container tag. Hope it is clear, right? And the 2 examples under empty tag is BR and HR. The examples under container tag is HTML tag, head tag, title tag, body tag, B tag, I tag, U tag, etc. Because that contain open tag as well as close tag. എങ്ങനെയാണ് ഒരു ക്ലോസ് ടാഗ് എന്ന് കൊടുക്കുക? സെയിം തന്നെയാണ്. ആംഗിൾ ബ്രാക്കറ്റിൽ ഒരു സ്ലാഷ് കഴിഞ്ഞിട്ടായിരിക്കണം ആ ടാഗ് നെയിം വരേണ്ടത്. അതിനെ നമ്മൾ എന്താ പറയുക? the corresponding closing tag of HTML അങ്ങനെ പറഞ്ഞാൽ. The next topic is actually nested tag. ഒരു ടാഗിൻ്റെ അകത്ത് വേറൊരു ടാഗ് വരുന്ന കോൺസെപ്റ്റ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ എനിക്ക് മൈ ഫസ്റ്റ് പേജ് എന്നൊരു ടേമിനെ എനിക്ക് ബോൾഡും ആക്കണം, ഇറ്റാലിക്കും ആക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? ബോൾഡിൻ്റെയും ഇറ്റാലിക്കിൻ്റെയും ടാഗിനെയും എനിക്ക് അറിയാമല്ലോ, ബിയും ഐയും ആണല്ലേ. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? നമുക്ക് ഏതിനെയാണോ നമുക്ക് ബോൾഡും ഇറ്റാലിക്ക് ആക്കേണ്ടത് അതിന് തൊട്ട് മുമ്പിൽ നമ്മൾ B എന്നുള്ള ടാഗും കൊടുക്കണം, I എന്നുള്ള ടാഗും കൊടുക്കുക. സോ ഇൻ ദിസ് ലൈൻ യു ക്യാൻ സി B is coming first, then I is coming the second, right? Okay. After the use, നമുക്ക് ആവശ്യം കഴിഞ്ഞു അല്ലേ, ബോൾഡും ഇറ്റാലിക് ആക്കാനുള്ള കണ്ടൻറ്റ് കൊടുക്കേണ്ടത് ആ ടെക്സ്റ്റിന് മുമ്പിലാണ് കൊടുക്കേണ്ടത്. സോ ആഫ്റ്റർ ദ യൂസ് യു ഷുഡ് ക്ലോസ് ഇറ്റ്. ബട്ട് റിമെമ്പർ, it is not compulsory that in which way you have to open, but it is compulsory that you have to open in a reversed way of the opening. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന കോൺസെപ്റ്റ് നേരെ റിവേഴ്സ് എന്ന് പറയുമ്പോൾ യു ഹാവ് ഓപ്പൺ ബോൾഡ് ഫസ്റ്റ് ദെൻ ഇറ്റാലിക് സെക്കൻഡ്, റൈറ്റ്? സോ യു ഹാവ് ടു ക്ലോസ് ദ ഇറ്റാലിക് ഫസ്റ്റ്, ദെൻ യു ഹാവ് ടു ക്ലോസ് ദ ബോൾഡ്. അതായത് എങ്ങനെ ഓപ്പൺ ചെയ്യണം എന്നൊരു പ്രശ്നമല്ല, പക്ഷെ ഓപ്പൺ ചെയ്ത വസ്തുക്ക് അത് ക്ലോസ് ചെയ്യേണ്ടത് ഏത് രീതിയിലായിരിക്കും അറിയോ? ഇറ്റ് ഷുഡ് ബി ഇൻ ദ റിവേഴ്സ്ഡ് വേ. ഓക്കെ, സോ ഇറ്റ് ഷുഡ് ബി ഇൻ ദ റിവേഴ്സ്ഡ് വേ ഓഫ് ദ ഓപ്പണിങ്. ഇവിടെ നമ്മൾ ബിയും ഐ അല്ലേ, ബി കൊടുത്തു, ദെൻ വി ആർ ഗിവിങ് ഐ നെക്സ്റ്റ്. സോ ഐ ഷുഡ് ബി ക്ലോസ്ഡ് ഫസ്റ്റ്, ദെൻ ബി ഷുഡ് ബി ക്ലോസ്ഡ്. ക്ലോസ് ചെയ്യാതിരിക്കാൻ പാടില്ല. ക്ലോസ് ചെയ്യാതിരുന്ന എന്ത് സംഭവിക്കുക അറിയോ? ഇതിനകത്ത് നമ്മൾ ഇനി ബാക്കി എന്തെങ്കിലും കുറേ കണ്ടൻറ്റുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഈ ഒരു എഫക്റ്റ് വരും. സോ ആഫ്റ്റർ ദ യൂസ് യു ഷുഡ് ക്ലോസ് യുവർ ടാഗ്, കറസ്പോണ്ടിങ് ടാഗ്സ്. ഓക്കെ, you will be getting more idea when we are doing the small program. Wait, I will give you a small program for you. Before that, I will tell you one more thing. Our language is not case sensitive എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? അതായത് ചില ലാംഗ്വേജസ് കേസ് സെൻസിറ്റീവ് ആണ്. അതായത് സ്മോൾ ലെറ്റർ കൊടുക്കേണ്ട സ്ഥാനത്ത് സ്മോൾ ലെറ്റർ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഞാൻ HTML എന്ന് കൊടുത്തു. ദിസ് ഇസ് HTML ടാഗ്, റൈറ്റ്? ഓക്കെ, സോ ആൻഡ് വെൻ എവർ ഐ എം ക്ലോസിങ് ഐ എം യൂസിങ് ലൈക്ക് ദിസ്. Any mistake is there? No, nothing is there, because it is not case sensitive. Means whatever be it is, whether it is small letter, whether it is capital letter, no matter, it will be working. ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ
ആദ്യമേ എച്ച് ക്യാപിറ്റൽ കൊടുത്തു ബാക്കിയെല്ലാം സ്മോൾ കൊടുക്കാം, നോ മാറ്റർ, ഇറ്റ് വിൽ ബി വർക്കിംഗ്. അപ്പോൾ ഏത് കേസിൽ കൊടുത്താലും, അതായത് ക്യാപിറ്റൽ ലെറ്റർ ആയാലും സ്മോൾ ലെറ്റർ ആയാലും, നോ മാറ്റർ, ഇറ്റ് വിൽ ബി വർക്കിംഗ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് സെഡ് ടു ബി this HTML is not a case sensitive. Hope it is clear, right? Okay, we can move to a small program. See, here is a small program. ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്യണം കേട്ടോ. നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുക. നോട്ട് പാഡ് എടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. നോട്ട് പാഡ് എടുക്കുക, ഇതുപോലെ കോഡ് ടൈപ്പ് ചെയ്യുക. ദെൻ whenever you are saving, you can give any name actually, but it should followed by the extension .html or .htm. Okay, I will explain this program. The first line you should use for your HTML program is you should open your HTML tag. HTML tag ചുമ്മാ നമ്മളിങ്ങനെ കൊടുക്കുന്നത് തന്നെ ഓപ്പൺ ടാഗ് ആണല്ലോ അല്ലേ. ആൻഡ് the HTML tag should end only in the end of your program. So here our program starts, and in the end of this session here the program ends, means here you are closing your HTML tag. Okay, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു പ്രോഗ്രാം HTML പ്രോഗ്രാമിൻ്റെ ഏറ്റവും ടോപ്പിലും ഏറ്റവും എൻഡിലും ആയിരിക്കും നമ്മുടെ HTML ടാഗ്സ് ഉണ്ടാവുക. ഓപ്പൺ ടാഗ് ഏറ്റവും ടോപ്പിലും, ക്ലോസ് ടാഗ് ഏറ്റവും എൻഡിലും ആയിരിക്കും. ഓക്കെ, ദെൻ യു ക്യാൻ സീ വൺ സെക്ഷൻ ഈസ് ഹിയർ ഹെഡ്, റൈറ്റ്? ഹെഡ് കൊടുത്തിട്ടുണ്ട്. ഹെഡിൻ്റെ ഇൻ ബിറ്റ്വീൻ ദ ഓപ്പൺ ഹെഡ് ടാഗ് ആൻഡ് ക്ലോസ് ടാഗ് യു ക്യാൻ സീ ടൈറ്റിൽ ഈസ് ദിയർ. അതായത് നമുക്ക് നമ്മളുടെ പേജിന് ടൈറ്റിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സെക്ഷൻ നമുക്ക് ആവശ്യമുള്ളൂ. അതായത് ടൈറ്റിൽ എന്നുള്ള കോൺസെപ്റ്റ് വരണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി എൻക്ലോസ്ഡ് ഇൻ ദ ഹെഡ് ടാഗ്. ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ ഹെഡ് ടാഗ് യൂസ് ചെയ്തിട്ടേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഹെഡ് ടാഗിൻ്റെ അകത്ത് ടൈറ്റിൽ കൊടുത്തിട്ട് നമുക്ക് എന്താ ടൈറ്റിൽ കൊടുക്കേണ്ടത് ഇതിനകത്ത് ടൈപ്പ് ചെയ്യുക. ആഫ്റ്റർ ടൈപ്പിംഗ് യു ക്യാൻ ക്ലോസ് ദ ടൈറ്റിൽ ടാഗ്. ശ്രദ്ധിക്കുക, ഒരേ ലൈനിൽ കൊടുത്തുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതായത് ഹെഡ് ടാഗ് കഴിഞ്ഞു, പിന്നെ നിങ്ങളിവിടെ ടൈറ്റിൽ ഇങ്ങനെ കൊടുക്കുകയാണ്, ഇനി നിങ്ങളിവിടെ മൈ പേജ് കൊടുക്കണം, അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടും കുഴപ്പം, നോ മാറ്റർ, ഇറ്റ് വിൽ ബി വർക്കിംഗ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് അത് ഒരുപാട് ലെങ്ത് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തറിയോ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്. Now it is actually clear. The title tag is enclosed in the head tag, right? അങ്ങനെ അത് ഒരേ ലൈനിൽ കൊടുത്തുകൊണ്ടൊന്നും മിസ്റ്റേക്ക് വരില്ല, ഇറ്റ് വിൽ ബി വർക്കിംഗ്. അപ്പോൾ എന്താ ഇവിടെ മനസ്സിലായതറിയോ, നിങ്ങളുടെ വെബ് പേജിന് ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ മാത്രമേ നിങ്ങൾ ഹെഡ് ടാഗിനകത്ത് ടൈറ്റിൽ കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ ഫുള്ളും നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. സോ വാട്ട് എവർ നെയിം യു ആർ ഗിവിങ് ഹിയർ, ഇറ്റ് വിൽ ബി ഡിസ്പ്ലേഡ് ഓൺ യുവർ ടൈറ്റിൽ ഓഫ് യുവർ പേജ്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ബോഡി ടാഗ്. അതായത് നമ്മളുടെ വെബ് പേജ്, ഇത് നമ്മുടെ വെബ് പേജ് എന്ന് വിചാരിക്കാം. ഈ വെബ് പേജിനകത്ത് ഈ ഒരു ബോഡി പാർട്ടിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണോ, ഇറ്റ് ഷുഡ് ബി ഇൻ ദ ബോഡി ഓഫ് യുവർ HTML പ്രോഗ്രാം. സോ ഇവിടെ ഞാൻ ആകെ ഒരേ ഒരു കാര്യം കൊടുക്കുന്നുള്ളൂ. എൻ്റെ ഇതിൽ മൈ ഫസ്റ്റ് പേജിൽ നിന്നൊരു സെൻറ്റൻസ് വരണം, അതിൽ എനിക്ക് ബോൾഡും ഇറ്റാലിക്കും ആക്കണം. സോ വാട്ട് ഐ എം ഡൂയിങ്, യെസ്, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞൊരു കാര്യം, നമുക്ക് ഏത് ടെക്സ്റ്റാണോ ബോൾഡും ഇറ്റാലിക്കും ആക്കേണ്ടത് അതിന് തൊട്ട് മുമ്പിൽ നമുക്ക് ഏത് ഓർഡറിലും കൊടുക്കാം കേട്ടോ. ഐ കൊടുത്തിട്ട് ബി കൊടുത്താലും കുഴപ്പമില്ല, ബി കൊടുത്തിട്ട് ഐ കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ ക്ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ ക്ലോസ് ചെയ്യുക. സോ ഞാൻ ഇവിടെ ബി ആണ് കൊടുത്തത്, ദെൻ ഐ. സോ ഐ എം ക്ലോസിങ് ഐ ഫസ്റ്റ്, ദെൻ ബി സെക്കൻഡ്, റൈറ്റ്? ഓക്കെ, അപ്പോൾ ഈ ബോർഡിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യണോ എല്ലാം വരുന്നത് എവിടെയാണ്, ബോഡി ടാഗിനകത്ത്. നമ്മളുടെ ആവശ്യം കഴിയുമ്പോൾ യു ഹാവ് ടു ക്ലോസ് യുവർ ബോഡി ടാഗ്, റൈറ്റ്? ഓക്കെ, ദെൻ യു ഹാവ് ടു ക്ലോസ് യുവർ HTML ടാഗ്. ഇതൊരു കുഞ്ഞു പ്രോഗ്രാമാണ്. ഈ ഒരു പ്രോഗ്രാമിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് മൈ പേജ് വരും. അതേപോലെ ഇതിൻ്റെ ബോഡി, അതായത് കണ്ടൻറ്റിനകത്ത് ആകെ വരുന്നൊരു സെൻറ്റൻസ് ഇവിടെ മൈ ഫസ്റ്റ് പേജിൽ നിന്ന് കാണും. അത് എന്തിലായിരിക്കും കിടക്കുന്നുണ്ടാവുക, ബോൾഡും ഇറ്റാലിക്കും ആയൊരു ഫോർമാറ്റിലായിരിക്കും, ഫോണ്ട് അങ്ങനെ ആ ഒരു സ്റ്റൈലിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. അത് എങ്ങനെ ബോഡി കളർ കൊടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ കുറേ ടാഗുകൾ ഇനിയും എക്സ്ട്രാ വരുന്നുണ്ട്. വി ക്യാൻ ഡു വൺ തിങ്, വി ക്യാൻ ലേൺ ഇൻ ദ നെക്സ്റ്റ് video, right? And I will show you how this program is working in the notepad also. Hope it is clear, right? ഇതുപോലെ തന്നെ കൊടുക്കണം കേട്ടോ. നോട്ട് പാഡ് എടുക്കുക, ഇതുപോലെ ടൈപ്പ് ചെയ്യുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെയാണ് ഒരു HTML പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കൊടുക്കേണ്ട സ്റ്റൈൽ, അല്ലെങ്കിൽ സിൻടാക്സ്, അല്ലെങ്കിൽ പാറ്റേൺ എന്ന് പറയുന്നത്. ആദ്യം HTML, ഏറ്റവും ടോപ്പിൽ HTML എന്നൊരു ടാഗ് കൊടുക്കുക. എവിടെയാണ് അത് ക്ലോസ് ചെയ്യുക, ഏറ്റവും നമ്മുടെ പ്രോഗ്രാം എൻഡ് ചെയ്യുമ്പോഴാണ് അത് ക്ലോസ് ചെയ്യുന്നത്. ക്ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആംഗിൾ ബ്രാക്കറ്റ് /HTML. അതേപോലെ ഒരു ടൈറ്റിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഹെഡ് ടാഗ് കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇങ്ങനെ കൊടുക്കുക, ഒരേ ലൈനിൽ കൊടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾ എന്ത് നെയിം കൊടുക്കുന്നു അതാണ് നിങ്ങളുടെ ടൈറ്റിലായിട്ട് വരിക. ഇനി ബോഡി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഈ ബോഡി പാർട്ടിനകത്ത് എന്തൊക്കെ വേണോ എല്ലാം നമ്മൾ കൊടുക്കുന്ന ബോർഡിൻ്റെ അകത്ത് തന്നെയാണ്. ഇവിടെ ഞാൻ ആകെ ഒരേ ഒരു സെൻറ്റൻസേ കൊടുത്തിട്ടുള്ളൂ, മൈ ഫസ്റ്റ് പേജ്, ആൻഡ് ഇറ്റ് ഷുഡ് ബി ബോൾഡ് ആൻഡ് ഇറ്റാലിക്. സോ ഇറ്റ് ഷുഡ് ബി ഇൻ ദിസ് വേ. Okay, and this is the way you have to do your program in your notepad, and I will show you how this program is working. Wait.
See here I have typed a program in the notepad. Normal notepad type ചെയ്തിരിക്കുന്നുണ്ട് നോക്കിക്കേ HTML head then title. I'm giving the name over there. Head is closed, body is opened, and I'm giving one sentence my first page, and for that I have given bold and italic together. അങ്ങനെ ഒന്നിലധികം ടാഗുകൾ ഒരേ ടെക്സ്റ്റിന് കൊടുക്കുന്ന ഫോർമാറ്റാണ് ആക്ച്വലി നെസ്റ്റഡ് ടാഗ് എന്ന് പറയുക കേട്ടോ. പക്ഷെ ശ്രദ്ധിക്കുക, ഓപ്പൺ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് റിവേഴ്സ്ഡ് വേയിലാണ് ക്ലോസ് ചെയ്യേണ്ടത്. Then I'm closing the body tag, then HTML tag. I will show you how this program is running. You have to save your program with any name, but it should followed by .html, right? Okay. See here, save നമുക്ക് ഇഷ്ടമുള്ള name കൊടുക്കാം. I'm giving here my page. Dot, you should give HTML. Okay, HTML കൊടുക്കുക. Then you have to give the save. Clear? You can save in any location, but it should followed by, the name should followed by .html. Okay, then you just give save button. So let me open that folder for you, new folder. See here, you can see നമ്മൾ സേവ് ചെയ്തിരുന്ന മൈ പേജ് അതൊരു നമ്മുടെ HTML ഫോർമാറ്റിൽ വന്നിട്ടുണ്ടല്ലേ. just double click, you can see this page is opening in this way. Here is your title, right? മൈ പേജ് എന്നല്ലേ കൊടുത്തത്. പിന്നെ മൈ ഫസ്റ്റ് പേജ് എന്ന സെൻറ്റൻസ് നോക്കിക്കേ ബോൾഡും ഇറ്റാലിക്കും ആണ്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് സിമ്പിൾ പ്രോഗ്രാം, സിമ്പിൾ HTML പ്രോഗ്രാം ഫോർ ഡിസൈനിങ് യുവർ വെബ് പേജ്. ഓക്കെ, ഇനിയും കുറേ ടാഗുകൾ പഠിക്കാനുണ്ട്, എന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളൂ. എന്നാലും ഡു ഇറ്റ്. ഓക്കെ, താങ്ക് യു.